ആദിത്യക്കും ഷെഫീഖിനും ഒക്കെ ഈ പ്രയാസങ്ങൾ ഒരുപക്ഷെ കൂട്ടുകാരോട് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടുകാർ ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ അധ്യാപകർ ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്രയും മോശം അവസ്ഥയിലേക്ക് വരാതിരുന്നേനെ. ഒരു 10-20 വർഷം മുമ്പ് കുറച്ചുകൂടെ ഓപ്പൺ ആയിരുന്നു ആൾക്കാർ. എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഇപ്പോൾ ചോദിച്ചതുപോലെ ഒരു വിദ്യാലയങ്ങളുടെ സഹായം എടുക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ട് വിദ്യാലയത്തിലെ അധ്യാപകരോ കുട്ടികളോ മറ്റുവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല? വളരെ അടുത്ത സ്നേഹിതയ്ക്കോ അടുത്ത ടീച്ചറിനോ കുട്ടിയുടെ സ്വഭാവം നല്ലപോലെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്ത് പറ്റി മൂഡ് ഔട്ട് ആകുന്നു, കാരണം നമ്മുടെ ഭാവചലനങ്ങളും വളരെ വേഗം മനസ്സിലാക്കാൻ പറ്റും. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അങ്ങനെ നമ്മളുടെ ഒരു ക്ഷേമം അന്വേഷിക്കാൻ പോലും നമുക്ക് അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ മാതാപിതാക്കൾക്കില്ല. അഥവാ ഇപ്പോൾ സ്കൂൾ വീട്ടിൽ വരുന്ന കുട്ടികൾ കൂടുതൽ ടെൻസ്ഡ് ആണോ? സ്കൂളുകളിൽ വരുന്ന കുട്ടികൾ ഒരുപാട് പെട്ടെന്ന് ടെൻസ്ഡ് ആവും. കാരണം എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ പേരൻസ് മിക്കവാറും കളിക്കാൻ സമയം കൊടുക്കാറില്ല. അവരെ ഞാൻ അടച്ചാക്ഷേപിക്കുകയില്ല, കാരണം മിക്കവാറും ഫ്ലാറ്റുകളിലായിരിക്കും ജീവിതം. അപ്പോൾ അടുത്ത വീടുകളിൽ കളിക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് ആ സമയം അവർക്ക് യോജിച്ചതാവുകയില്ല. പിന്നെ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ ട്യൂഷന് പോകും. ട്യൂഷനും സ്കൂളും കൂടെ കോപ്പപ്പ് ചെയ്യാൻ മക്കൾക്കല്ലാതെ തന്നെ വളരെയേറെ സമ്മർദ്ദമുണ്ട്. അത് കഴിഞ്ഞ് ഒട്ടും സമയം കിട്ടുന്നില്ല. പിന്നെ മാതാപിതാക്കൾ അവരുടെ കഴിവിനേക്കാളും കൂടുതൽ മാതാപിതാക്കളുടെ പ്രതീക്ഷയാണ്. അപ്പോൾ പഠിത്തത്തിന് അവർ വിചാരിക്കുന്നത് പോലെ ആവാത്തപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾക്ക് അല്ലാതെ തന്നെ സമ്മർദ്ദം ഏറി വരുന്നു. ഒരു സാധാരണ എല്ലാ വ്യക്തികളും തന്നെ നോർമലല്ല, നമുക്ക് പ്രയാസം വരും. അപ്പോൾ ഒന്ന് പറയാൻ ചിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് വളരെ ആശ്വാസമാണ്. നമ്മുടെ ഉള്ളിലൊരു ശാന്തി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരാൾക്ക് ശാന്തി പകരാൻ പറ്റൂ. അല്ലാതെ നമ്മളെ ടെൻസ്ഡായിട്ടിരിക്കുന്ന ഒരു അച്ഛനും അമ്മയ്ക്കും എങ്ങനെ ഒരു സന്തോഷം വേറൊരു കുഞ്ഞിന് പകർന്നു നൽകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളൊരു തുറന്ന് സന്തോഷിക്കണം. അതായത് എല്ലാ മനുഷ്യനും 2 പേഴ്സണാലിറ്റി ഉണ്ട്, ഡബിൾ പേഴ്സണാലിറ്റി, ഇന്നർ സെൽഫും ഔട്ടർ സെൽഫും. അപ്പോൾ ശരിക്കുമുള്ള നമ്മളുടെ സെൽഫും പുറത്ത് കാണിക്കുന്ന സെൽഫും തമ്മിൽ വളരെ അന്തരം ഉണ്ടാകുമ്പോഴാണ് ഈ പ്രഷർ വരുന്നത്. അങ്ങനെ ആ മർദ്ദം ഇല്ലാതാക്കാൻ വേണ്ടി ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടാം, യോഗ ചെയ്യാം. ഒരു 5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയാണിത്. അപ്പോൾ ഇതിലെ കുറ്റവാളിയെ പിടിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അച്ഛനും അമ്മയും, സ്വന്തം അച്ഛൻ എന്ന് പറയുന്നു, അച്ഛനും അമ്മയും ഇവിടെ നിന്ന് ജയിലിലടയ്ക്കുന്നു. അപ്പോൾ ജയിലിലടച്ചിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഈ 5 വയസ്സായി ഈ കുഞ്ഞിനെ ഇത്രയും ക്രൂരമായി അവരെ പീഡിപ്പിച്ചിട്ട് അവരുടെ ജയിലിലും അവരുടെ ബേസിക് നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈഡ് ചെയ്യുകയാണ്. അവർക്ക് അവിടെ ഫുഡുണ്ട്, ആഹാരമുണ്ട്, എല്ലാം ഉണ്ട്. ഈ കുഞ്ഞ് അനുഭവിച്ചതിൽ നിന്ന് 1% പോലും വേദന അവരാരും അനുഭവിക്കുന്നില്ല. ഇവർ ഈ ശിക്ഷ തിരിച്ച് ഇവർക്ക് നൽകണം. എന്നാൽ മാത്രമേ ഇത് കുറയത്തുള്ളൂ, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കുറയത്തുള്ളൂ. കുറച്ചുകൂടെ നിയമങ്ങൾ കർശനമാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. പണ്ടത്തെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ജയിലിലൊക്കെ ഭയങ്കര സൗകര്യത്തോടെയാണ് അവർ ജീവിക്കുന്നത്. അല്ലെങ്കിൽ നല്ല വക്കീലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തൂരി വരാം, പരോള് ലഭിക്കും. അപ്പം അവർക്കൊന്നും ഇതൊരു ശിക്ഷയേ അല്ല, വെറും ഒരു സുഖവാസ കേന്ദ്രത്തിലേക്ക് പോകുന്ന പോലെയാണ്. അമ്മ ആ കൊച്ചിനെ എത്രയോ അടിച്ചെന്ന് പറയുന്നു. അതുപോലെ നമ്മുടെ അറേബ്യയിലൊക്കെ ഒരു സ്ത്രീക്ക് ചാട്ടമാറിട്ടാണ് അടി കൊടുക്കുന്നത്. അപ്പം ആ 30 വയസ്സ് പ്രായമുള്ള അമ്മ ആ 5 വയസ്സുകാരനെ അടിച്ചെങ്കിൽ 30 അടി ചാട്ടമാറിട്ട് 30 അടി ആ അമ്മയ്ക്ക് കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതൊരു കുട്ടി തുറന്ന് പറയുന്നതാണ്. ഇത് കേൾക്കുന്ന ഒരുപാട് മുതിർന്ന ആൾക്കാർ ഉള്ളിൽ പറയുന്നത് ചിലപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നു, നിയമങ്ങളുടെ അഭാവമല്ല പ്രശ്നം, പക്ഷേ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു വിൽ പവർ ഇല്ല, ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല നമുക്ക്. അതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം പ്രത്യേകിച്ചും ഇത്തരം പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇത്തരം ഒരു ഇഷ്യൂ പോകുന്നതെങ്കിൽ പലപ്പോഴും പോലീസുകാരായാലും ആദ്യം ശ്രമിക്കുന്ന അച്ഛനും അമ്മയല്ലേ കുട്ടിയെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ അത് ജീവിക്കും. സോ ഇറ്റ്സ് ഓൾവേസ് ദ ക്വസ്റ്റൻ ഓഫ് കോംപ്രമൈസ് ചെയ്യിപ്പിക്കുക, എന്തെങ്കിലും തരത്തിൽ അതിനെ പറഞ്ഞ് പിന്നെയും ഇങ്ങനെ ഒരു അബ്യൂസുമായി കേസുകളുമായി വരുന്ന CWCയിൽ വന്ന CWC മെമ്പേഴ്സ് കുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് അയക്കുന്ന കേസുകളുണ്ട്. അപ്പോൾ ശരിക്കും ഈ സെൻസിറ്റീവ് അപ്രോച്ച് ഓഫ് ദ പോലീസ്, CWC മെമ്പേഴ്സ്, ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് ഞാൻ പറയും, അങ്ങനെ ആ ഒരു റൈറ്റ്സ് കോൺഷ്യസ്നെസ് നമ്മുടെ ഏജൻസീസിന് ഇല്ലാത്തതിൻ്റെ ഒരു അഭാവമായിട്ടാണ്. ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ CWC എന്ന് പറയുന്നത് ഒരു പ്രഹസനമാണ്. കാരണം ഈ CWC എന്ന് പറയുന്ന ഒരു കമ്മിറ്റിക്ക് ഒരു പീഡനത്തിനിരയാവുന്ന കുട്ടീനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരു അയാളെ ശിക്ഷിക്കാനോ ഇവർക്കൊന്നും കഴിയില്ല. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ അടുത്ത് വരുന്നു, ഇതെന്നാ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കോ, എന്നാൽ ഇവിടെ പോയിക്കോ. ഇത് തന്നെയല്ലേ ഇവിടുത്തെ നാട്ടുകാരും രാഷ്ട്രീയക്കാരും എല്ലാവരും ചെയ്യണം. ഇങ്ങനെ ഇതല്ല വേണ്ടത്. ഇവിടെ വേണ്ടത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള കോടതി ആദ്യം തന്നെ കൊണ്ടുവരണം. ഈ കോടതിയിൽ വരുന്ന കേസുകൾ 6 മാസം 1 വർഷം കൊണ്ട് ഈ കുറ്റം ചെയ്യുന്ന ആളെ ശിക്ഷിക്കാനുള്ള ഒരു നിയമമാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. ഇത്രയും ആളുകൾ ഇവിടെ എല്ലാം പറഞ്ഞു. സത്യം, ഈ പീഡനത്തിന് ഇരയാകുന്ന കുട്ടികൾക്കോ പീഡനത്തിന് ഇരയാകുന്ന ആളുകളെ അന്വേഷിച്ച് ഈ പറയുന്ന ആരെങ്കിലും അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് എന്താണ് വിഷമം, അവിടെ പോകുന്നുണ്ട്. എന്തിനാണെന്നറിയോ? അവരവരുടെ ലാഭത്തിന് വേണ്ടി ആളുകൾ അവിടെ പോകുന്നുണ്ട്.
അത് ഞാൻ എന്താ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അല്ലാതെ ആ കുട്ടി 18 വയസ്സായി, ഇനി ആ കുട്ടി എങ്ങോട്ട് പോകും, ആ കുട്ടീനെ ആര് സംരക്ഷിക്കും? ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ ആരുമില്ല. ഇത്രയും സാക്ഷരതയായി വിദ്യാഭ്യാസത്തിൽ അത്യുന്നങ്ങളിൽ നിൽക്കുന്നെന്ന് പറയുന്ന കേരളത്തിൽ തന്നെ ഇത്രയും പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ സ്കൂളിലെ തന്നെ വിദ്യാഭ്യാസ തകർച്ചയാണ് മനസ്സിലാകുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രണ്ടാമത്തെ വീടെന്ന് പറയുന്നത് വിദ്യാലയമാണ്. കുട്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വിദ്യാലയത്തിലാണ്. അപ്പോൾ അവിടുത്തെ അധ്യാപകരാണ് കുട്ടികളായിട്ടും ഏറ്റവും അടുപ്പത്തിലുള്ളത്. അപ്പം ഇന്നത്തെ സ്കൂളിൽ എല്ലാവരും എപ്പോഴും ഉയർന്ന നിലയിൽ എൻ്റെ മകൾ എഞ്ചിനീയറോ ഡോക്ടറോ ആവണം, അല്ലെങ്കിൽ ഉയർന്ന നിലയിൽ എത്തണമെന്നൊരു രീതിയിൽ മാത്രമാണ് അധ്യാപകരും ക്ലാസ്സിൽ വരുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നു പോകുന്നു. ആ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് കുട്ടികളുടെ പ്രശ്നം എന്താണെന്നോ മനസ്സിലാക്കാൻ ആരും ശ്രമിക്കുന്നില്ല. ഈ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും എന്തുകൊണ്ട് ഓരോ കൗൺസിലർമാരെ വെച്ചുകൂടാ? MSW പാസ്സായ ആളുകൾ ഇപ്പോൾ കേരളത്തിൽ ജോലിയില്ലെന്ന് പറഞ്ഞ് വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ വെൽഫെയർ ആളുടെ കാര്യം പറഞ്ഞിരുന്നു. അതിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളവർ സൈക്കോളജിസ്റ്റുകളാണ്. അതായത് അവർ 5 കൊല്ലവും സൈക്കോളജി തന്നെയാണ് പഠിക്കുന്നത്. പുതിയ സിസ്റ്റങ്ങൾ കൊണ്ടുവരുന്നതിനേക്കാളും നിലവിലുള്ള, ഇപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ നിലവിൽ ധാരാളം സിസ്റ്റങ്ങളുണ്ട്. എന്തുകൊണ്ട് ആ മെക്കാനിസത്തെ നമുക്ക് മെച്ചപ്പെടുത്തിക്കൂടാ? നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ലാളി 6 മാസം പ്രായമാകുമ്പോൾ തന്നെ ഇപ്പോൾ കുടുംബത്തിൽ അച്ഛനും അമ്മയും എങ്ങനെ പെരുമാറുന്നു അത് കണ്ടാണ് ഓരോ കുട്ടികളും വളരുന്നത്. അപ്പോൾ അതുപോലെ വിദ്യാലയങ്ങളിലെ കൂട്ടുകെട്ടുകളും ഒക്കെ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടാണ് വഴി തിരിഞ്ഞു പോകുന്നത്. ഇങ്ങനെ വഴി തെറ്റുമ്പോൾ അവൻ്റെ സൈക്കോളജി പരമായിട്ടാണെങ്കിൽ സമനില തന്നെ തെറ്റാനായിട്ട് കാരണമാകുന്നു. അപ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിദ്യാലയങ്ങളിലും കുടുംബവും വിദ്യാലയവും നമ്മൾ അവിടെയെല്ലാം കെയർ കിട്ടണം അവർക്ക്. ഇങ്ങനെ കുഞ്ഞുങ്ങളെ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ടെലിഫോൺ സർവീസ് വെക്കൂ. ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല.